ഞാനിവിടെ ടീച്ചിങ് എയ്ഡായിട്ട് വെച്ചിരിക്കുന്നത് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ, അതിൻ്റെ ഒരു വർക്കിംഗ് മോഡലാണ്. വാൻ ഡി ഗ്രാഫ് ഈ ജനറേറ്റർ കണ്ടുപിടിച്ചത് 1800-കളിലാണ്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നു. മില്യൺസ് കണക്കിന് വോൾട്ടേജ് സ്റ്റാറ്റിക് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇത്രയും വലിയ വോൾട്ടേജ് എന്തിനാണെന്ന് വെച്ചാൽ ന്യൂക്ലിയർ റിയാക്ഷൻസിൽ ഹൈ സ്പീഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ആവശ്യകതയുണ്ട്. ഈ ഹൈ സ്പീഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് എന്നൊരു വിഭാഗം തന്നെയുണ്ട്. അതിന് ഹൈ വോൾട്ടേജിൻ്റെ ആവശ്യമുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം സ്റ്റാറ്റിക് ജനറേറ്ററുകൾ ഉപയോഗിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സ്കെയിൽ ഉപയോഗിച്ച് കൈ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് ചെറിയ കടലാസുകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടും. അതിന് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നു. ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് അത് തന്നെയാണ്. ഇവിടെ റബ്ബറിൽ അലുമിനിയമായിട്ട് റബ്ബ് ചെയ്യുന്നു. അപ്പോൾ അലുമിനിയം എന്ന് പറയുന്നത് സ്വതന്ത്ര ഇലക്ട്രോണുകൾ വളരെ കൂടുതലുള്ള ഒന്നാണ്. എന്നാൽ റബ്ബർ ആകട്ടെ ഒട്ടും തന്നെ സ്വതന്ത്ര ഇലക്ട്രോണുകളില്ല. അപ്പോൾ ഈ റബ്ബിങ് നടത്തുന്ന സമയത്ത് ഇലക്ട്രോണുകൾ ഉള്ള സ്ഥലത്തു നിന്ന് ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഈ റബ്ബർ ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഒരു മോട്ടറിൻ്റെ സഹായത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റബ്ബർ ബെൽറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ചാർജും സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് മൂവ് ചെയ്ത് മുകളിലേക്ക് വരുന്നു. അതിനുശേഷം ഏറ്റവും മുകളിലെത്തുമ്പോൾ മറ്റു ബ്രഷ്, ഒരു കണ്ടക്റ്റിംഗ് ബ്രഷ് ഇതിനൊരു ഒരു മെറ്റാലിക് ഷെല്ലിനകത്തേക്ക്, അതിനുവേണ്ടി ഒരു ക്യാനാണ്, മെറ്റാലിക് ക്യാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഇത് സ്വരൂപിക്കുന്നു. ഇതിനകത്തേക്ക് വരുന്ന ഇലക്ട്രോൺസ് ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് സർഫസിൽ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നും ഇവിടെ പറയുന്ന മറ്റൊരു കരിക്കുലം ഒബ്ജക്റ്റീവ് ഇതാണ്: ചാർജ് കൂടുന്തോറും പൊട്ടൻഷ്യലും റൈസ് ചെയ്യുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കും, അത് ഡെമോൺസ്ട്രേഷനിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുക, കൂടാതെ മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, അങ്ങനെ ഒരു എനർജി കൺസർവേഷനും കൂടി, എനർജി കൺവേർഷനും കൂടി ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ മൊത്തം ഒരു 5 കരിക്കുലം ഒബ്ജക്റ്റീവ്സ് ഈ ഒറ്റ ടീച്ചിങ് എയ്ഡിലൂടെ നമുക്ക് കാണിക്കാൻ സാധിക്കും. അഞ്ചാം ക്ലാസ് മുതൽ +2 വരെ നമുക്ക് പ്രകാശത്തിനെ പറ്റി പഠിപ്പിക്കാനുണ്ട്. എല്ലാ സവിശേഷതകളും, ഏകദേശം 21 സവിശേഷതകൾ ഈ ഒരു ചെറിയ മൾട്ടിപർപ്പസ് റേ ബോക്സിലൂടെ നമുക്ക് കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് എത്തിക്കുവാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പരീക്ഷണമാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ചാർട്ടിലേക്കുള്ള അതിൻ്റെ പ്രൊജക്ഷനാണ് ഈ ടീച്ചിങ് എയ്ഡിലൂടെ ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്വേഴ്സ് വേവായ ലൈറ്റും ലോഞ്ചിറ്റ്യൂഡ് വേവായ സൗണ്ടും തമ്മിലുള്ള ഒരു വ്യതിയാനാണ് ഈ ചാർട്ടിലൂടെ കാണിക്കുന്നത്. ഈ സാധനം എനിക്ക് എങ്ങനെ LP സ്കൂളിൽ പ്രയോജനപ്പെടുത്താം എന്നാണ് അടുത്തത്. കുട്ടികൾ തന്നെ ഇതിൽ നോക്കിയിട്ട് കണ്ടെത്തും. ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് രണ്ടാമത്തെ പൂക്കോട്ടയിൽ എത്ര പൂക്കളുണ്ട്? ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ എത്രയാണ്? ഏത് കൊട്ടയിലാണ് കൂടുതൽ, ഏത് കൊട്ടയിലാണ് കുറവ്, എത്ര വ്യത്യാസമുണ്ട് എന്ന് ചെയ്തുകൊണ്ട് കുട്ടിക്ക് തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നത്. ബയോറിയാക്ടർ എന്ന് പറയുകയാണെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസിനെ ലാർജ് സ്കെയിലിൽ കൾച്ചർ ചെയ്തിട്ട് അതിൽ നിന്ന് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് ബയോറിയാക്ടർ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ബയോടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹ്യൂമൻ ഇൻസുലിൻ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ട് ഹ്യൂമൻ ജീൻ മനുഷ്യനിൽ നിന്നെടുത്ത് എക്സ്റ്റേഷ്യ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം ആ ബാക്ടീരിയയിൽ നിന്ന് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആ ബാക്ടീരിയനെ ലാർജ് സ്കെയിലിൽ കൾച്ചർ ചെയ്യുക എന്നുള്ളതാണ് ഈ മിഷൻ്റെ ഉദ്ദേശം. പക്ഷേ ഏതൊരു ഓർഗാനിസിനും അതിനെ നല്ല രീതിയിൽ കൾച്ചർ ചെയ്യണമെങ്കിൽ അതിന് ഓപ്റ്റിമം കണ്ടീഷൻസ് കൊടുക്കണം. ഓപ്റ്റിമം ടെമ്പറേച്ചർ, ഓപ്റ്റിമം ആയിട്ടുള്ള pH, അത് കഴിഞ്ഞ് അതിന് അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, കണ്ടാമിനേഷൻ തീരെ ഒഴിവാക്കുക, സ്റ്റെറലായിട്ട് എയർ കൊടുക്കുക, ഓക്സിജൻ കൊടുക്കുക. ഇത് ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ് ആയതുകൊണ്ട് ഫോം കണ്ടമാനം ഫോം ചെയ്യും. അപ്പോൾ അതിന് ഫോം ബ്രേക്കർ കൊടുക്കുക. ഇങ്ങനെയുള്ള എല്ലാവിധ ഓപ്റ്റിമം കണ്ടീഷനോട് കൂടിയിട്ട് കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ജനറ്റിക്കലി മിനി എക്യുപ്മെന്റ് മോഡലാണ് ഇത്. സെക്കൻഡ് ഇയർ ബയോളജി സ്റ്റുഡൻസിൽ 12ാമത്തെ ചാപ്റ്ററിൽ സബ് യൂണിറ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഒബ്റ്റൈനിങ് ഫോറിജിൻ ജീൻ പ്രൊഡക്റ്റ്. അത് ബയോടെക്നോളജിയിൽ ചാപ്റ്റർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ കുട്ടികളെ കൂടുതൽ നന്നായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്
ഈ മോഡൽ വളരെയധികം ഉപകാരപ്പെടും. ടെക്സ്റ്റിൽ കൊടുത്ത പടത്തിനേക്കാളും കൂടുതൽ ഇത് ലൈവായിട്ട് കുട്ടികൾക്ക് കാണാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. ഇത് വെച്ചിട്ട് കുട്ടികൾ ഈ ബയോറിയാക്ടറിനെയും ബയോടെക്നോളജിനെയും കുറിച്ച് പഠിപ്പിക്കുക എന്ന് വേണ്ടി. താങ്ക് യു സർ. ലിക്വിഡ്സിന്റെ സർഫസ് ടെൻഷൻ മെഷർ ചെയ്യാനുള്ള സർഫസ് ടെൻഷൻ ബാലൻസ് എന്ന എക്സ്പെരിമെന്റ് ഇവിടെ അവതരിപ്പിക്കുകയാണ് ഈ അധ്യാപിക. നമുക്ക് കൂടുതൽ ചോദിക്കാം. മാഡം ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ലിക്വിഡ്സിൻ്റെ സർഫസിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ ലിക്വിഡ്സിൻ്റെയും സർഫസ് ടെൻഷൻ വ്യത്യസ്തമായിരിക്കും. അപ്പം ആ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഫോഴ്സ് കൊണ്ടാണ് ഈ ലിക്വിഡ് ഡ്രോപ്സിന് സ്പെറിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ റൂട്ട്സ് മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ അബ്സോർബ് ചെയ്യുന്നതും സോയിലിനകത്തുള്ള മോയ്സ്ചർ കീപ്പ് ചെയ്യുന്നതും അതുപോലെ കാപ്പിലറി ആക്ഷൻ, അതായത് ത്രെഡിനകത്തൊക്കെ നമ്മൾ മണ്ണെണ്ണ വിളക്കിലൊക്കെ ഈ ലിക്വിഡ്സ് റൈസ് ചെയ്യുന്നതും എല്ലാം ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഈ ക്ലീനിങ് ആക്ഷൻ, സോപ്പിൻ്റെ ക്ലീനിങ് ആക്ഷനുമൊക്കെ സർഫസ് ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകളാണ്. അപ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ബാലൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് പ്ലേറ്റ് ആണ്. ഒരു 3 മില്ലിമീറ്റർ തിക്നെസ്സും ഡയമെൻഷൻസ് പ്രത്യേകം കീപ്പ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ഇതിൽ ആഡ് ചെയ്യുന്ന മാസ് അത് അപ്പോൾ ഈ സർഫസ് ടെൻഷനുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കും ഇതിൽ ആഡ് ചെയ്യുന്ന മാസ് എന്ന് പറയും. അപ്പോൾ ആ മാസ് ആഡ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ സർഫസിൽ ഇത് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഫോഴ്സ്, ഇത് നമുക്ക് പിടിച്ച് വലിക്കാനൊക്കത്തില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മാസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ആ സർഫസിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും. അപ്പോൾ ആ മാസ് എന്ന് പറയുന്നത് ഈ ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ അത് ഈ ഇക്വേഷൻ വെച്ചാണ്, അതായത് F = S × 2L. L എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് പ്ലേറ്റിൻ്റെ ലെങ്താണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സർഫസ് ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആ മാസ് W വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ പല ലിക്വിഡ്സിൻ്റെ അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം ലിക്വിഡ്സിൻ്റെ ഏതിനാണ് സർഫസ് ടെൻഷൻ കൂടുതലായിട്ടുള്ളത്, കുറവുള്ളത്. അതുപോലെ തന്നെ വാട്ടർ തന്നെ ഹീറ്റ് ചെയ്യുമ്പോൾ ഹോട്ട് വാട്ടറിന് ആകുമ്പോഴത്തേക്ക് സർഫസ് ടെൻഷൻ കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലോത്ത്സൊക്കെ ഈസി ആയിട്ട് വാഷ് ചെയ്യാം. നമ്മൾ പണ്ട് പറയുമല്ലോ പുഴുങ്ങി അലക്കുക എന്നൊക്കെ പറയും ക്ലോത്ത്സൊക്കെ. അത് ഈ മെത്തേഡാണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നുണ്ടെ വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കുറയുകയും ആ സർഫസ് ടെൻഷൻ കുറയുന്നത് കൊണ്ട് ഈ വാട്ടറിന് ഈ ക്ലോത്ത്സിൻ്റെ പോഴ്സിനകത്തൊക്കെ റൈസ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സെമി കണ്ടക്ടർ തെർമോകപ്പിൾ പെൽറ്റിയർ ഇഫക്റ്റ് ഉപയോഗപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ്. ടീച്ചിങ് എയ്ഡിൽ എനർജി കൺസർവേഷൻ എന്നുള്ള വിഭാഗവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കാണപ്പെടുന്ന പരീക്ഷണങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി സയൻസിൻ്റെ പുതിയ കുറച്ച് ടെക്നോളജികൾ ക്ലാസ്സുകളിൽ അവതരിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഉപകരണം ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. സാധാരണ തെർമോകപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് 2 വ്യത്യസ്തമായ ലോഹങ്ങളെ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ 2 ജംഗ്ഷനുകളിൽ വ്യത്യസ്ത താപനില കൊടുക്കുമ്പോൾ അതിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയും അതിൽ നിന്ന് നമുക്ക് വൈദ്യുതി അല്ലെങ്കിൽ EMF ലഭിക്കുകയും ചെയ്യുന്നതാണ് സാധാരണ തെർമോകപ്പിൾ എന്നുള്ള സങ്കല്പം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു സെമി കണ്ടക്ടറാണ് അവതരിപ്പിക്കുന്നത്. സെമി കണ്ടക്ടറിൽ നമുക്ക് അതിൻ്റെ ഉൾഭാഗം ഇത്തരത്തിലുള്ള ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാധാരണയായിട്ട് സിലിക്കൺ ക്രിസ്റ്റലുകളിൽ P ടൈപ്പ് അല്ലെങ്കിൽ N ടൈപ്പ് ഡോപ്പ് ചെയ്തെടുക്കുന്ന PN 2 തരത്തിലുള്ള അർദ്ധചാലകങ്ങൾ ഇതിലുണ്ട്. അതിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. N ടൈപ്പും P ടൈപ്പും ഇങ്ങനെയുള്ള ധാരാളം യൂണിറ്റുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു സെമി കണ്ടക്ടർ ഇവിടെ നമ്മുടെ ഉപകരണത്തിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ടുണ്ട്. അത് മുകൾ ഭാഗത്തായിട്ട് നമുക്ക് താപത്തിനെ കടത്തിവിടാനായിട്ട് ഒരു അലുമിനിയം കൊണ്ടുള്ള ബേസ് കൊടുത്തിട്ടുണ്ട്. തണുപ്പ് ലഭിക്കാനായിട്ട് അടിഭാഗത്തായി നമുക്ക് ഒരു ഹീറ്റ് സിങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഈ അലുമിനിയത്തിന് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു അയൺ ബോക്സിൽ നിന്ന് കിട്ടുന്ന എക്സാമ്പിളായിട്ട് കാണിക്കുന്നു. ഈ ഹീറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് മൾട്ടി ടെസ്റ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ വോൾട്ടേജ് അളക്കാം. അതോടൊപ്പം LED
പ്രകാശിക്കുകയും ചെയ്തു. ഇന്ന് വൈദ്യോർജ്ജം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഐറ്റം അവതരിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നമുക്ക് ഹീറ്റ് പല സ്ഥലങ്ങളിലും വേസ്റ്റായിട്ട് പോകുന്നുണ്ട്. പ്രധാനമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ വാഹനങ്ങളുടെ സൈലൻസറുകൾ, 2 വീലേഴ്സിൻ്റെ പ്രത്യേകിച്ചും അങ്ങനെയുള്ള സ്ഥലത്ത്, അതുപോലെ ഫർണസുകളിലൊക്കെ ഹീറ്റ് വേസ്റ്റായി പോകുന്നുണ്ട്. ഇത്തരം വേസ്റ്റ് ആവുന്ന താപോർജ്ജത്തെ നമുക്ക് വൈദ്യോർജ്ജമാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള അനേകം യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചെറിയ രീതിയിൽ ബൾബുകൾ പ്രകാശിപ്പിക്കാനോ മറ്റ് വൈദ്യുതപരമായ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാനോ സാധിക്കും. 8ാം ക്ലാസ്സിലെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുതവിശ്ലേഷണം പഠിപ്പിക്കേണ്ടതായി. ഈ ഒരു CO കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് ചെയ്യുന്ന പരീക്ഷണം, ബീക്കറിൽ സോഡിയം ക്ലോറൈഡ് ലായനി എടുക്കുന്നു, അതിലേക്ക് ഫിനോഫ്തലിൻ ലായനി ആഡ് ചെയ്യുന്നു, കാർബൺ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതവിശ്ലേഷണം നടത്തുന്നു. അതാണ് സാധാരണയായി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം. അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് കുറച്ച് കളറ് ചേർത്തുകൊണ്ടുള്ള ഒരു പരീക്ഷണമാണിത്. ഇതിൽ ഒരു യൂട്യൂബിൽ നമ്മൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനും അതിലേക്ക് യൂണിവേഴ്സൽ റിയേജൻറ്റ് അല്ലെങ്കിൽ pH സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ മറ്റ് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്ത നല്ല വെള്ളമാണ്, ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ pH സൊല്യൂഷൻ ചേർക്കുമ്പോൾ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പോലെ ഒരു ഗ്രീൻ കളറ് ആ സൊല്യൂഷന് ഉണ്ടാവേണ്ടത്. ഈ ഗ്രീൻ കളേർഡ് സൊല്യൂഷനാണ് നമ്മൾ യൂട്യൂബിൽ എടുത്തിരിക്കുന്നത്. 2 ഇലക്ട്രോഡുകൾ അതിലേക്ക്, കാർബൺ കൊണ്ടുള്ള ഇലക്ട്രോഡുകൾ യൂട്യൂബിൽ സൗകര്യപൂർവ്വം ഇറക്കി വെച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ സെല്ലിൻ്റെ നടുവിൽ കാണുന്ന ആ കാർബൺ ദണ്ടുകളാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളതിലേക്ക് 6 വോൾട്ട് അല്ലെങ്കിൽ 8 വോൾട്ട് DC കൊടുക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആനോഡിൽ ക്ലോറിൻ വാതകം ഉണ്ടാവുന്നുണ്ട്, കാഥോഡിൽ ഹൈഡ്രജൻ വാതകവും ഉണ്ടാവുന്നുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിലും ഉണ്ടാകുന്നുണ്ട്. ഇതാണ് അവിടെ നടക്കുന്ന പ്രവർത്തനം. അപ്പോൾ ആനോഡിൽ ലഭിക്കുന്ന ക്ലോറിൻ വാതകം, ആനോഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ക്ലോറിൻ വാതകം നമ്മളുടെ സൊല്യൂഷൻ്റെ ഗ്രീൻ കളറിനെ ബ്ലീച്ച് ചെയ്യണം. അപ്പോൾ അത്രയും ഭാഗം കളർലെസ് ആയിട്ടുള്ള ഒരു കോളം നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കാഥോഡിൽ ഹൈഡ്രജൻ വാതകം ഇവോൾവ് ചെയ്ത് പോകുന്നുണ്ട്. അതിനെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയില്ല. പകരം ഇവിടെ കാഥോഡിൻ്റെ സമീപത്തായിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ഹൈലി ബേസിക് ആയിട്ടുള്ള ഈ സൊല്യൂഷൻ നമ്മളുടെ pH സൊല്യൂഷനെ ഒരു പർപ്പിൾ കളറ് നൽകുന്നുണ്ട്. ആ ഒരു കളറുള്ള കോളം നമ്മളുടെ കാഥോഡിൻ്റെ അടുത്തായിട്ട് കാണപ്പെടും. അപ്പം ഇങ്ങനെ യഥാർത്ഥത്തിൽ 3 കളറുള്ള ലായനി നിറഞ്ഞിരിക്കുന്ന ഒരു യൂട്യൂബാണ് നമുക്ക് പരീക്ഷണത്തിൻ്റെ അവസാനം കിട്ടുന്നത്. ഇങ്ങനെ അട്രാക്റ്റീവായ രീതിയിൽ നമുക്ക് ഈ ഒരു ചെറിയ പരീക്ഷണത്തെ ചെറിയ കുട്ടികളുടെ മുന്നിൽ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. അത് അവരിലെ സയൻസിനോടും അതുപോലെ ഇത്തരം ചെറിയ പരീക്ഷണങ്ങളോടുമുള്ള താല്പര്യം വളർത്തുകയും ചെയ്യും. ചാണകത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പരീക്ഷണമാണിത്. സാർ ഇതൊന്ന് വിശദീകരിച്ചു തരാമോ? ഇതിൽ ഫ്യൂസായി പോകുന്ന, പാഴായി പോകുന്ന ഡ്രൈ സെല്ലുകൾ, ടോർച്ച് ബാറ്ററികളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അവയെ സീരീസായി ബന്ധിപ്പിച്ച് ചാണകം നിറച്ച ജാറിൽ താഴ്ത്തി വയ്ക്കുമ്പോൾ അവയിൽ വീണ്ടും ചാർജ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതുപയോഗിച്ച് നമുക്ക് എമർജൻസി ലൈറ്റ് പ്രവർത്തിപ്പിക്കാം, അതേപോലെ മൊബൈൽ ചാർജറുകൾ പ്രവർത്തിപ്പിക്കാം. അങ്ങനത്തെ ലഘുവായ ഉപകരണങ്ങളൊക്കെ ഇതുകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഇതിൽ ഉപയോഗിക്കുന്ന സാധനം ഫ്യൂസായ ടോർച്ച് ബാറ്ററികൾ മാത്രമാണ്. അവയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ വോൾട്ടേജ് കറണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ആ ഉപകരണത്തിൻ്റെ പ്രവർത്തനം. ഇതിൽ ബാറ്ററികൾ ഇതിൽ 7 ബാറ്ററികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവയെ ഫ്യൂസായ ബാറ്ററികളുടെ പുറം ഭാഗത്തുള്ള കടലാസ് കവചം എടുത്തു മാറ്റി അവയെ ചാണകത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. അവയെ സീരീസായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അവയെ ഇനി നമുക്ക് ഒരു എമർജൻസി ലൈറ്റിൻ്റെ മാതൃകയുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് പ്രകാശിക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ LED ബൾബുകൾ ഉപയോഗിച്ച് ഒരു വലിയ ലാമ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും. പിന്നെ ചാണകത്തിലെ തന്നെ ഇത് ബാറ്ററിയുടെ ഉള്ളിൽ നിന്ന് പൊളിച്ചെടുത്തിട്ടുള്ള കാർബൺ ദണ്ടാണിത്. ഈ കാർബൺ ദണ്ട് ഇത് ഒരു സിങ്ക് തകിട് ഇവിടെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിങ്ക് ബാറ്ററിയുടെ പുറം കവചം ഉണ്ടാക്കുന്ന സിങ്ക് കൊണ്ടാണ്. ആ സിങ്ക് പാത്രത്തിന് വേണ്ടിയിട്ട് ഒരു സിങ്ക് തകിട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കാർബൺ ദണ്ടും സിങ്ക് തകിടും ചാണകത്തിൽ താഴ്ത്തി വയ്ക്കുമ്പോൾ നമുക്ക് ഗാലനോമീറ്ററിൽ നമുക്ക് റിഫ്ലക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇത് വൈദ്യുതി ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഇതൊരു ചെമ്പ് തകിടാണ്. ചെമ്പ് തകിടിനെയും നേരത്തെ നമ്മൾ കണ്ട സിങ്ക് തകിടിനെയും നമ്മൾ ഗാലനോമീറ്ററുമായി ഘടിപ്പിക്കുമ്പോഴും നമുക്ക് ഇതേപോലെ വൈദ്യുതി റിഫ്ലക്ഷൻ കാണിച്ച് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റും.
അപ്പോൾ 2 മാർഗത്തിലൂടെയും ഈ സിങ്ക് തകിടും ചെമ്പ് തകിടും ഉപയോഗിച്ച് നമുക്ക് ചാണകത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാം. അതേപോലെ പാഴായി പോകുന്ന ഡ്രൈ സെല്ലുകൾ ഉപയോഗിച്ച് നമുക്ക് വോൾട്ടേജ് ആക്കി മാറ്റാം.